നമ്മൾ ഫ്ലവർ ഡ്രൈ ആക്കാൻ വെച്ചിട്ട് ഇതേ 3 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ നീല കളറൊക്കെ വൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതൊന്ന് ഓരോ പൂവായിട്ട് മെല്ലെ മെല്ലെ എടുത്ത് മാറ്റാണ്ട്. ഈ ഫ്ലവേഴ്സ് തരുമ്പോൾ തന്നെ കുറച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലൂ കളർ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള മാജിക് സിലിക്ക ജെല്ലൊക്കെ പുറത്തേക്ക് നന്നായിട്ട് പോകണം. ഇതളൊന്നും കൊഴിയാതെ സൂക്ഷിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷമുള്ള മാജിക് സിലിക്ക ജെല്ലിൻ്റെ പരുവതാണ്. അപ്പോൾ ചെറുതായിട്ട് വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് റീചാർജ് ചെയ്തെടുക്കണം. അതിന് ചട്ടിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ചൂടാക്കിയ ചട്ടിയിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നിറം മാറുന്നത് മനസ്സിലാവേ. ലാസ്റ്റ് ആദ്യത്തെ പോലെ തന്നെ ഈ നിറം തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.